നമസ്കാരം. ഞാൻ റോഷ് രാജൻ, ലക്ഷ്യ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഇന്റീരിയേഴ്സ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കോൺട്രാക്ടറെ നമ്മളൊരു വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആൾക്കാരോട് ചോദിക്കും, ആരാണ് നല്ല കോൺട്രാക്ടർ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടും. ഒരിക്കലും നമ്മളത് 100% അക്സെപ്റ്റ് ചെയ്യരുത്. ഞാൻ അവർ പറയുന്നത് പോസിറ്റീവായിട്ടാണ്, നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കുക. എങ്കിൽ തന്നെ ഇവർ ചെയ്തിട്ടുള്ള പുതിയതും പഴയതുമായ കുറച്ച് വീടുകൾ നമ്മൾ വിസിറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ ലൈഫ് ലോങ് താമസിക്കാനുള്ള ഒരു വീടല്ലേ. അതിനുവേണ്ടി നമ്മൾ ഒരു 2-3 ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യണം. തീർച്ചയായും പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ അവർ നല്ല അഭിപ്രായമൊക്കെ പറയത്തുള്ളൂ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വലിയ റെക്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. എങ്കിൽ തന്നെയും ഇവർ ചെയ്തിട്ടുള്ള ഒരു മിനിമം 2 വർഷം ഇല്ലേ അതിൽ കൂടുതലായിട്ടുള്ള വീടൊന്ന് പോയി നമ്മൾ പോയി കാണണം. അതിന് ആ പുതിയ വീടിൻ്റെ പുതുമയൊന്നും ഉണ്ടാവില്ല. എങ്കിലും ആ വീടിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് ഇവരുമായിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ കോൺട്രാക്ടർ എങ്ങനെയുണ്ട്, പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ, സമയത്ത് തീരുന്നുണ്ടോ, പറഞ്ഞ ഫണ്ടിൽ നിർത്തുന്നുണ്ടോ, ബാർഗൈനിങ് ഉണ്ടോ, നമ്മളെ പ്രഷറിലാക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ ഒരു എൻക്വയറിയിലൂടെ മാത്രമേ സാധിക്കൂ. അത് നമ്മൾ നേരിട്ട് അവരുടെ ഫേസിൽ നിന്ന് തന്നെ അറിയണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു കോൺട്രാക്ടർ ആരായിക്കോട്ടെ അവരെക്കുറിച്ചുണ്ടാകുന്ന ഒരു സംശയം ആദ്യം മാറ്റുക എന്നുള്ളതാണ്. ഒരു നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു വർക്ക് ഒരാൾക്ക് അവാർഡ് ചെയ്താൽ ഇവൻ പൂർണ്ണമായും 100% എനിക്ക് ആ വർക്ക് വൃത്തിക്ക് ചെയ്തു തരും എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. കാരണം ഇതൊരു കള്ളനും പോലീസും കളിയല്ല. നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെ സംശയത്തിൻ്റെ കണ്ണിലൂടെ കാണുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മളെ വളരെയധികം നമ്മളെ സഹായിക്കും.